മാസങ്ങളായി തുടരുന്ന മോഷണ പരമ്പര. എടത്വ പോലീസിന് തലവേദന സൃഷ്ടിച്ച കള്ളൻ ഒടുവിൽ പോലീസ് വലയിലായി. ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ മോഷണങ്ങൾ നടത്തിയ കള്ളൻ തകഴി കുന്നുമ്മ സ്വദേശി പ്രകാശാണ് കുടുങ്ങിയത്. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ പള്ളി കുരിശടിയിലെ കാണിക്കവഞ്ചി കുറ്റി തുറക്കാൻ ശ്രമിച്ചതാണ് പ്രകാശിനെ കുടുക്കിയത്. പ്രകാശിനെ പോലീസ് വലയിലാക്കിയ സിനിമയെ വില്ലെന്ന കഥയിങ്ങനെ. മോഷണ ശ്രമത്തിനിടയിൽ ഫെഡറൽ ബാങ്കിലെ സെക്യൂരിറ്റി ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. മോഷണ ശ്രമം നടത്തിയ സ്ഥലത്തിന് സമീപം വെച്ചിരുന്ന സ്കൂട്ടറിൽ കയറി കള്ളൻ എടത്വ ഭാഗത്തേക്കാണ് രക്ഷപ്പെട്ടത്. ബാങ്ക് സെക്യൂരിറ്റി ഉടൻ തന്നെ എടത്വ പോലീസിൽ വിവരം ധരിപ്പിച്ചു. മോഷ്ടാവ് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെയും സ്കൂട്ടറിന്റെയും രൂപം മനസ്സിലാക്കിയ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരു സ്കൂട്ടർ അമിത വേഗതയിൽ യാത്ര ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് സ്കൂട്ടറിനെ പിന്തുടരുന്ന ശ്രദ്ധയിൽപ്പെട്ട കള്ളൻ എടത്വ കോളേജിന് മുൻപിലുള്ള ആലംതുരുത്ത് റോഡിലേക്ക് തിരിച്ചു രക്ഷപ്പെടുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അമിത വേഗതയിലായിരുന്ന സ്കൂട്ടർ റോഡിന് സൈഡിൽ കൂട്ടിയിട്ട തടിയിലിടിച്ചു മറിഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി പരിക്കുപറ്റി കിടക്കുന്ന പ്രകാശിനെ എടത്വ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരം പ്രകാശിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കുപറ്റിയ പ്രകാശിന്റെ നിലയറിയാൻ പോലീസ് ആശുപത്രിയിലേക്ക് വിളിച്ചപ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് മുങ്ങിയ വിവരം അറിയുന്നത്. സംശയം തോന്നിയ പോലീസ് അപകടം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ ബൈക്ക് തള്ളിക്കൊണ്ടുപോകുന്ന പ്രകാശിനെയാണ് കണ്ടത്. പോലീസ് ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കാണിക്കവഞ്ചി കുറ്റി തുറന്ന് മോഷണ ശ്രമം നടത്തിയ സംഭവം പ്രതി സമ്മതിച്ചത്. ഇതോടെയാണ് നാളുകളായി തലവേദന സൃഷ്ടിച്ച കള്ളനെ പോലീസ് തിരിച്ചറിയുന്നത്. എറണാകുളം കടവന്ത്ര ഭാഗത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് ഇയാൾ പച്ചയിൽ മോഷണത്തിനായി എത്തിയത്. നിരവധി മോഷണക്കേസിൽ പ്രതിയായ പ്രകാശ് അമ്പലപ്പുഴ സ്റ്റേഷനിൽ പോക്സോ കേസിലും പ്രതിയായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ മറ്റു മോഷണങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുവാനാണ് പോലീസ് തീരുമാനം. അമൃത ന്യൂസ്, ആലപ്പുഴ.